ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് ദുബായിൽ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ദുബായ് സിറ്റി ടൂറാണ്. പിന്നെ ദുബായ് മോളിൽ പോകുന്നുണ്ട്. ദുബായ് മോളിൽ പോകുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫയിൽ നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കംപ്ലീറ്റ് പ്ലാൻ. ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പാൻ കേക്കും സോസേജൊക്കെയാണ് എടുത്തത്. അമ്മയും അച്ഛനൊക്കെ ഇഡ്ഡലി ഉപ്പുമാവൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നാണ് ശരിക്കും നമ്മൾ ദുബായിൽ കറങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡിസംബർ ടൈം ആയതുകൊണ്ട് അത്രയ്ക്ക് ചൂടുണ്ടാവില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാർ വന്നിട്ട് ഇവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് സിറ്റി ഫുൾ നമുക്ക് ടൂറ് തരും. ജസ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിങ്ങനെ ടൂറ് തരും. അപ്പോൾ കാർ വന്നിട്ടുണ്ട്, നമ്മൾ കയറി ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ये 7 सीट से बना है। ये 7 सीट से बना है यूएई, मतलब यूनाइटेड अरब एमिरेट्स। अभी आगे आएंगे अलसीफ करके एक जगह है, यहाँ पे जो इसका नाम है अलसीफ। यहाँ पे पुराने घर थे 1960 के पहले, तो यहाँ पे अरबिक लोग रहते थे, उनका मट्टी के घर थे भी। അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു. ഹിന്ദിയിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മളെ ആദ്യം അവർ ബീച്ചിൽ കൊണ്ടുവന്നു, ദുബായ് ബീച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ നിന്ന് ബീച്ചൊക്കെ കാണുമായിരുന്നു. ബീച്ചിനെക്കാട്ടി കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ബിൽഡിങ്സാണ്, ബീച്ചിന് ചുറ്റുമുള്ള ബിൽഡിങ്സാണ്. പിന്നെ വാട്ടർ ഒരു ഗ്രീൻ ബ്ലൂ കളറാണ്, ഒരു വേറൊരു ഷെയ്ഡാണ്, നമ്മുടെ നാട്ടിലെ വെള്ളം പോലെ അല്ല. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. ആൾക്കാർ സർഫിങ് ചെയ്യുന്നുണ്ട്, സർഫിങ് ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അല്ലാതെ കുറച്ച് പേര് സ്വിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ്. പിന്നെ വീണ്ടും ഇതുപോലെ സിറ്റി ടൂറായിട്ട് കുറേ ഭാഗങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ ബീച്ചിൻ്റെ പല സൈറ്റിലും ഓരോ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല. ശരിക്കും സംഭവം 1 വർഷമായില്ലേ പോയിട്ട്. അപ്പം എൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യണമായിരുന്നു, പക്ഷേ എൻ്റെ മടി കാരണം ഈ വീഡിയോ എൻ്റെ ഗാലറിയിൽ കിടന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പം ഇത് പോവും, അതിന് മുന്നേ വീഡിയോ ആക്കി ഒരു മെമ്മറി ആയിട്ട് ഇടണം എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പിന്നെ നമ്മളവർ വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവിടെ ഒരു ഇരിക്കാനോ ഇങ്ങനെ പാർക്ക് പോലത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ആർക്കെങ്കിലും ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, ദുബായിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെയായിരുന്നു എന്ന്. ഏതോ ഒരു എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നൊരു പേരല്ല, അപ്പം ഞാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഒരു മറൈൻ ക്രൂസൊക്കെ ചെയ്യുന്ന പോലത്തെ സ്ഥലമാണ്. ഇവിടെ നിന്ന് ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. അറിയില്ല എന്തായിരുന്നു സംഭവം എന്നുള്ളത്. നമ്മളിവിടെ കൂടുതലും കെട്ടിടങ്ങളാണ് നോക്കി നിന്നത്. അപ്പം ഒരുപാട് ബിൽഡിങ്സ്, അതും പല തരത്തിൽ അവരത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പല ഷേപ്പിലെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കണ്ടപ്പോൾ. അങ്ങനെയായിരുന്നു ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തത്. പിന്നെ ഉച്ചയായ സമയത്ത് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു നജ്മത്ത് ലാഹോർ റെസ്റ്റോറൻറ്റ് ആണ്. ഇവിടെ നല്ല സീ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ സീ ഫുഡും മന്തിയൊക്കെ ട്രൈ ചെയ്യാമെന്ന്. മന്തിയാണ് ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മന്തി ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെയൊക്കെ മന്തി ട്രൈ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നോർമൽ ഡൈനിങ് അല്ല, ഇതിനെന്തോ പേര് അവർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ താഴെയാണ് നമ്മൾക്ക് അവരത് ഡൈനിങ് സെറ്റ് ചെയ്യുന്നത്, ഒരു അറബിക് സ്റ്റൈലിൽ. പിന്നെ ഫിഷ് ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഫിഷാണ് വേണ്ടതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിഷ് സെലക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്കവർ നമ്മൾ പറയുന്ന നമുക്ക് മസാല തേച്ച് തരും. അപ്പോൾ ഏത് ഫിഷാണ് കൂടുതൽ ഇഷ്ടം? അടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഡ്രിങ്ക് തന്നു. അതായത് ഇവിടുത്തെ അറബികളൊക്കെ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. കട്ടൻ ചായ അല്ല, ഗാവയാണ്. എനിക്ക് അറിയില്ലത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നല്ല ചൂടാണ്, കട്ടൻ ചായ പോലത്തെ ഒരു ഇതാണ്. പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല, വേറൊരു ടേസ്റ്റ് നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഗാവ എന്നാണ് അത് പറയാം. അപ്പം നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു. അതൊരു ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഇത് ഡ്രിങ്ക് ട്രൈ ചെയ്തപ്പം. ഹോട്ടാണ്, നല്ല ചൂടാണ്.
അതിനുശേഷം നമ്മൾ ഫുഡ് വന്നു. ആദ്യം സാലഡാണ് അവർ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലായിടത്തും ആദ്യം ഇങ്ങനെ സാലഡ് കൊണ്ടുവരും. കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വെജീസിൽ ആഡ് ചെയ്തൊരു സാലഡാണ്. പിന്നെ നമ്മുടെ പ്ലേറ്റർ വന്നു. ഫിഷ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ചിപ്പി ഉണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, കണവ ഉണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളുണ്ടായിരുന്നു. ഒരുപാട് മീനുകളുള്ള ഒരു പ്ലേറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതവർ ഗ്രാൻഡായിട്ട് തന്നെ അവരത് കൊണ്ടുവന്നു. അതുകൂടാതെ നമ്മൾ ഫിഷ് സെലക്ട് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു കിങ് ഫിഷാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. കിങ്ങോ വേറെ ഏതോ ഫിഷായിരുന്നു. അപ്പോൾ ആ ഫിഷും നമുക്ക് അവർ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ക്രാബ് അവർ ഗ്രില്ല് ചെയ്ത ക്രാബാണ്. എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ഗ്രില്ല് ചെയ്ത ക്രാബ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. പക്ഷേ റൈസും ബാക്കി ഫിഷസൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കുനാഫ ട്രൈ ചെയ്തു. ദുബായിൽ വന്നിട്ട് കുനാഫ ട്രൈ ചെയ്ത് പോയാൽ മോശമല്ലേ? ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതല്ലേ? അതും നല്ല ടേസ്റ്റ്. ഇവിടെ കഴിച്ചിട്ടുണ്ട് നാട്ടിൽ. അതുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിറപ്പൊക്കെ നമുക്ക് ഒഴിച്ച് നമുക്കത് കഴിക്കാം. നല്ലൊരു ഡെസേർട്ടാണ്. മന്തി കഴിച്ചിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡെസേർട്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിത് ദുബായ് മോളിൽ വന്നേക്കാണ്. ഇവിടെ എനിക്ക് ഫുൾ വീഡിയോ ഒരിക്കലും കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വലിയ മോൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോളിലാണ് ഞാൻ വന്നത്. ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. ഒരുപാട് ബ്രാൻഡ്സൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡും ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു ലോകത്ത് ഓൾമോസ്റ്റ് നമുക്കറിയാമെന്നുള്ളതും, നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ കുറച്ച് ബ്രാൻഡേ അറിയുള്ളൂ, ഒരുപാട് ബ്രാൻഡൊന്നും എനിക്കറിയില്ല. അപ്പം ബ്രാൻഡൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ളവർക്ക് വന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു മോളായിട്ട് ഫുൾ എല്ലാം ഉണ്ട്. എനിക്കൊന്നു ചില ഷോപ്പൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ 2 lakh 3 lakh ഒക്കെയാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് തൊട്ടുള്ളത് വരെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇവിടെ നമ്മൾ ഇന്ത്യൻസ് കേട്ടിട്ടുള്ള യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആയിട്ടുള്ള ഷോപ്സും ഉണ്ട്. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുകൾ, അങ്ങനെ ഒരുപാട് ബ്രാൻഡിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റി ഇവിടെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു മോളാണിത്. അപ്പോൾ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ദുബായ് മോളിൽ തന്നെയാണ്. അതിൻ്റെ വേറൊരു പോർഷനിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ഷോപ്സ് ഒക്കെ ആയിട്ടാണ്, കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ. കഫേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലിറ്റോ കഫേ, മറ്റേ ഒരു മിൽക്ക് കേക്ക് ഭയങ്കര ഫേമസ് ആയ ആ ഒരു കഫേ ഉണ്ട് ഇവിടെ. പിന്നെ അല്ലാതെയും ഒരുപാട് കഫേസും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ഡിഷസ് ഉള്ള ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്യാം, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ നടക്കുന്നത്. അതും ഞാൻ വേൾഡിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫൗണ്ടൻ ആയിരുന്നു. ഒരു ഷോ പോലെ കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന രീതിക്കായിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം, കുടിക്കാം. ബട്ട് മിക്കയിടത്തും നമ്മൾ ക്യാഷ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഡിജിറ്റൽ പേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ക്യാഷായിട്ട് നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. അപ്പം എൻ്റെ ഫോണിൽ ഏകദേശം ചാർജ് തീരാറായി. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തത് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടൻ കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ബുർജ് ഖലീഫയുടെ അകത്ത് കയറും.
അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് റൊമാലി റൊട്ടിയാണ് ഞാൻ കഴിച്ചത്. റൊമാലി റൊട്ടി പിന്നെ ബട്ടർ ചിക്കൻ പോലെ ഒരു ഇതും ഒക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് സ്നാക്കിങ് ചെയ്തതുകൊണ്ട് എനിക്ക് അധികം വിശപ്പുണ്ടായിരുന്നില്ല. ഞാൻ ലൈറ്റായിട്ടാണ് കഴിച്ചത്. ഒരു റൊമാലി റൊട്ടിയും കുറച്ച് ബട്ടർ നാനും. റൊമാലി റൊട്ടി തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു, ഭയങ്കര വലുതായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറാം. എനിക്ക് തോന്നുന്നു ഒരു ടിക്കറ്റ് അറൗണ്ട് 200-250 ആയിരുന്നു എന്ന് തോന്നുന്നു, ദറംസ് ആയിരുന്നു. അതിനുശേഷം ടോപ്പിൽ കയറി. ഇതായിരുന്നു ആ വ്യൂ എന്ന് പറയുന്നത്. ഫുൾ ദുബായ് കാണാൻ പറ്റും തോന്നുന്നു. എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു, അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.